എല്ലാം മറന്ന് മാന്യതയും മര്യാദയും ഉപേക്ഷിച്ച് നിങ്ങൾ ഞങ്ങളെ അപമാനിച്ചു. അപ്പോ ഒരാളുടെ ജീവനാണ് നഷ്ടപ്പെട്ടെങ്കിലോ? നിങ്ങളിൽ ആരുടെങ്കിലും ജീവനാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരാൾ കാരണം നഷ്ടപ്പെട്ടതെങ്കിലോ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? ഞങ്ങളുടെ കുടുംബത്തെ ഒന്നടങ്ങ് നശിപ്പിച്ചേനെ അല്ലേ? അമ്മ ഒന്ന് നിർത്ത്. അമ്മ എന്തിനാ ഇങ്ങനെ കാട് കയറുന്ന? ഞാൻ കാട് കയറുന്നൊന്നും അല്ല, യാഥാർത്ഥ്യമാണ് പറയാൻ പോകുന്നത്. ഇവർക്ക് ഇവരുടെ വൈരമോതിരത്തിന്റെ വില വലുതാണെങ്കിൽ എനിക്ക് എന്റെ ഭർത്താവിന്റെ ജീവനും വലുതാ. ലക്ഷങ്ങളും കോടികളും കൊണ്ട് അളക്കാൻ പറ്റുന്നതല്ല ആ ജീവന്റെ വില. അതിനേക്കാളൊക്കെ ഒരുപാട് ഒരുപാട് വലുതാ അത്. അത്രയ്ക്ക് വിലയേറിയ ജീവനെ എനിക്കും എന്റെ മക്കൾക്ക് നഷ്ടമാക്കിയത് നിങ്ങളുടെ കുടുംബത്തിലെ ഒരാളാ. മോതിരത്തിന് വേണ്ടി ഞങ്ങളുടെ വീട്ടിൽ കയറി അതിക്രമം കാണിച്ച നിങ്ങളോട് ഞാൻ ചോദിക്കുക, എന്റെ ഭർത്താവിന്റെ ജീവൻ അപഹരിച്ചതിന് പകരം ഞാൻ നിങ്ങളോട് എന്താ ചെയ്യേണ്ടത്? മനസ്സിലായില്ല. ശ്രീകല എന്തൊക്കെയാ പറയുന്നേ? എന്താ ഉദ്ദേശിക്കുന്നേ? ഈ കുടുംബത്തിലെ ആര് കാരണോ ശ്രീകലയുടെ ഭർത്താവിന്റെ ജീവൻ നഷ്ടമായത്? അമ്മേ പറയമ്മേ, ആരാ നമ്മുടെ അച്ഛനെ ഇല്ലാതാക്കിയത്? ആരാണ് ശ്രീകലയുടെ ഭർത്താവിന്റെ ജീവനെ ഇല്ലാതാക്കിയത്? പറയമ്മേ പറയേ, ആരാ നമ്മുടെ അച്ഛനെ ഇല്ലാതാക്കിയത്? നിന്റെ ഭർത്താവ് സിദ്ധാർത്ഥൻ. അവന് നിങ്ങളുടെ അച്ഛനെ കൊന്നത്. നിങ്ങളുടെ അച്ഛന്റെ കൊലപാതകി എന്റെ മോഹനേട്ടനെ വണ്ടി ഇടിപ്പിച്ച് കൊന്നത് അവനാ. ഇത് ശരിക്കും നമുക്കടിച്ച ജാക്ക്പോട്ടാണ് മായ. നമ്മൾ എന്ത് പ്ലാൻ ചെയ്താലും അത് പരാജയത്തിലേ അവസാനിക്കുന്നു എന്നാണല്ലോ നിന്റെ പരാതി. ഇപ്പൊ അത് മാറി കിട്ടിയില്ലേ? നമ്മൾ ഒരുക്കിയ പദ്ധതി വലിയ വിജയമായി തീർന്നില്ലേ? ചക്കിന് വച്ചത് കൊക്കിന് കൊണ്ടു. എങ്കിലും പ്രയോജനം നമുക്ക് തന്നെയാ. ദേവിക്ക് കൊടുക്കാൻ വേണ്ടി നടത്തിയ മോതിരത്തിന്റെ പണി പാളിയപ്പോ കഥ അവിടെ അവസാനിച്ചു എന്നാ ഞാൻ കരുതിയേ. അതിന് ഇങ്ങനൊരു ട്വിസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ മനസ്സിൽ പോലും പ്രതീക്ഷിച്ചില്ല. അത് സത്യം. ശ്രീകല ഇവിടെ വന്ന് ഇതുപോലൊരു പൊട്ടിത്തെറി ഉണ്ടാക്കുമെന്ന് ഞാനും കരുതിയില്ല. എന്തായാലും സംഗതി ജോറായി. ഇനി ഈ കുടുംബത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ടറിയാം. എന്തൊക്കെ സംഭവിച്ചാലും അതൊക്കെ നമുക്ക് അനുകൂലമായിരിക്കും മായേ. അച്ഛന്റെ കൊലപാതകയാണ് സിദ്ധു എന്ന് ദേവിക അറിഞ്ഞ സ്ഥിതിക്ക് ഇനിയും ദേവിക സിദ്ധുവിനൊപ്പം കഴിയാൻ തയ്യാറാവൂ? പറ, ഇനി ദേവിക സിദ്ധുവിനൊപ്പം കഴിയാൻ തയ്യാറാവുമോ എന്ന്? അതിന് സാധ്യതയില്ല. അവളെന്നല്ല, ലോകത്ത് ഒരാളും സ്വന്തം അച്ഛന്റെ കൊലപാതകയുടെ കൂടെ ജീവിതം പങ്കുവെക്കാൻ തയ്യാറാവില്ല. അതുകൊണ്ട് അധികം വൈകാതെ തന്നെ ദേവിക സിദ്ധുവിനെ ഉപേക്ഷിച്ചിട്ട് ഇവിടുന്ന് പോവാനാണ് സാധ്യത. ഓ, എങ്കിൽ വലിയൊരു ഭീഷണിന്ന് നമ്മൾ രക്ഷപ്പെട്ടു. അത് മാത്രമല്ല മായേ, ശ്രീകല ഇവിടെ നിന്ന് നടത്തിയ വെളിപ്പെടുത്തലിലൂടെ നമ്മുടെ പദ്ധതികൾ വളരെ ഈസിയായി മാറിയിരിക്കുകയാണ്. ദേവിക ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്നതിനൊപ്പം തന്നെ സിദ്ധുവിന്റെ ശല്യവും നമുക്ക് എന്നേക്കുമായി ഇല്ലാതാക്കാം. മനസ്സിലായില്ലേ?
അവസരം മുതലെടുത്ത് സിദ്ധുവിന്റെ കഥ കഴിക്കണമെന്ന്. സിദ്ധുവിനെ കൊല്ലാൻ പോവാണോ? അതെടി, അവനെ കൊല്ലണം. ആരോരും അറിയാതെ അവനെ തീർക്കണം. എന്നിട്ട് അതിന്റെ പഴി ശ്രീകലയുടെ തലയിൽ കെട്ടിവെക്കണം. ഭർത്താവിനെ കൊന്നതിന്റെ പകയിൽ ശ്രീകല സിദ്ധുവിനെ കൊന്നു. അങ്ങനെ നമ്മൾ വരുത്തി തീർക്കണം. അത് കൊള്ളാം. ഇത് നല്ല ബുദ്ധിയാ. മായേ, ഔഷധത്തിലൂടെ നമുക്ക് നേടാനാകാത്ത വിജയം ദേ ഇപ്പൊ നമുക്ക് നേടാനാവും. പക്ഷേ എല്ലാം പടിപടിയായി വേണം ചെയ്യാൻ. ആദ്യം ദേവികയെ ഇവിടുന്ന് ഒഴിവാക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോ സിദ്ധുവിനെ വകവരുത്താൻ നമുക്ക് പ്രയാസപ്പെടേണ്ടി വരും. ദേവിക ഇപ്പോ സിദ്ധുവിനോടുള്ള വെറുപ്പിലും പകയിലുമായിരിക്കും. അങ്ങനെ ഭ്രാന്ത് പിടിച്ച മട്ടിലിരിക്കുന്ന ദേവികയുടെ സ്വസ്ഥത സിദ്ധുവായിട്ട് തന്നെ നശിപ്പിച്ചാൽ ഇവിടെ പലതും നടക്കും.